പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നേറുകയാണ്. ഫെബ്രുവരി 6-ാം തീയതി കാസർഗോഡ് കുമ്പളയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പതാക വി ഡി സതീശന് കൈമാറിക്കൊണ്ട് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇന്ന് യാത്രയ്ക്ക് സ്വീകരണങ്ങൾ ഇല്ലാത്ത ദിനമാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് യാത്ര പര്യടനം തുടരുന്നത്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് 5 കേന്ദ്രങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. നാളെ തിങ്കളാഴ്ച കണ്ണൂർ ജില്ലയിലെ മറ്റ് കേന്ദ്രങ്ങളിൽ കൂടി പര്യടനം പൂർത്തിയാകുന്നതോടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർണ്ണമാവുകയാണ്. നാളെ വൈകിട്ടോടുകൂടി അടുത്ത കോഴിക്കോട് ജില്ലയിലേക്ക് പര്യടനം കടക്കുകയാണ്. ഇതിനിടയ്ക്ക് 2 ജില്ലകൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ യാത്ര പര്യടനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. യാത്രയിൽ ഉണ്ടാകുന്ന ഒരു ആവേശം, ജനങ്ങളുടെ ഒരു ആവേശം, ആ യാത്രയ്ക്ക് നൽകുന്ന ഒരു സ്വീകരണം, അത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ എതിരാളികളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. നമുക്കറിയാം, മറുവശത്ത് LDF-ന്റെ മേഖലാ ജാഥകൾ നടക്കുകയാണ്. വടക്കൻ മേഖലാ ജാഥ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും, മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണിയും, തെക്കൻ മേഖലാ ജാഥ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമാണ് നയിക്കുന്നത്. ആ ജാഥകളുടെ ഒരു സ്ഥിതി എന്താണ് എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാണുന്നുണ്ട്. MV ഗോവിന്ദന്റെ ജാഥകൾക്ക് പോലും ആളുകളെ കിട്ടാനില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മുഖ്യമന്ത്രിയുടെയോ MV ഗോവിന്ദന്റെ പ്രസംഗം കേൾക്കാൻ പോലും ആളുകൾ തയ്യാറാകുന്നില്ല, സന്നദ്ധമാകുന്നില്ല. ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാലി കസേരകളെ നോക്കിയാണ് MV ഗോവിന്ദനും ഒക്കെ പല വേദികളിലും പ്രസംഗിക്കുന്നത്, പല നേതാക്കളും പ്രസംഗിക്കുന്നത്. അങ്ങനെയാണ്. അത്തരത്തിൽ ജനങ്ങൾ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞ ഒരു ജാഥയായിട്ട് LDF-ന്റെ മേഖലാ ജാഥകൾ മാറിയിട്ടുണ്ട്. മധ്യമേഖലാ ജാഥയിലും സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. ജോസ് കെ മാണി നയിക്കുന്ന ജാഥയിൽ KK ശൈലജ MLA-യും ഒപ്പം തന്നെ CPM-ന്റെ മറ്റ് സമുന്നതരായിട്ടുള്ള നേതാക്കളും എല്ലാം ഉണ്ട്. ഇന്നലെ KK ശൈലജ സംസാരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നു. ആ ദൃശ്യത്തിൽ KK ശൈലജ ഒരു ഒഴിഞ്ഞ സദസ്സിനെ നോക്കി സംസാരിക്കുകയാണ്. കാലിയായി കിടക്കുന്ന കസേരകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പ്രസംഗം കേൾക്കാൻ തന്നെ ആരുമില്ല. അതായത് CPM-നെ LDF-നെ ജനങ്ങൾ എത്രത്തോളം വെറുത്തിരിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ. അവരെ കേൾക്കാൻ ഇനി കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ നിങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊന്നും കേൾക്കാനില്ല. നിങ്ങൾ കേരളത്തെ മുടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുന്ന ഒരു സർക്കാരാണ് LDF-ന്റേത് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഒരു തിരിച്ചറിവിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു തിരസ്കരണം ഉണ്ടായിരിക്കുന്നത്. CPM-നെ LDF-ന്റെ ജാഥകളെ ഒക്കെ തന്നെ ജനങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, MV ഗോവിന്ദന്റെ ഒരു ജാഥ, ആ ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കാനായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ മുദ്രാവാക്യം പറഞ്ഞ് പഠിപ്പിക്കുന്നതിന്റെ ഒരു ദൃശ്യം നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദനോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് അവർ സ്വയം തോന്നിയ, സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് തന്ന ഒരു സ്വീകരണമാണ്, അത് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അതിനകത്ത് ഒരു CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ എല്ലാം കൂടി ചട്ടം കെട്ടി അവർക്ക് എന്താണ് മുദ്രാവാക്യം വിളിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ ഒരു വേദിയിൽ നിന്നും ആളുകളെല്ലാം തന്നെ പോയത്, ആ വേദി വിട്ടു പോയതിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തും, അത് കാര്യം വിശദമായിട്ട് പരിശോധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാർട്ടിക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. ജനങ്ങളെല്ലാം തന്നെ തങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ജാഥയ്ക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് മുൻപ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഓരോ പരിപാടിക്ക് കുടുംബശ്രീ ആൾക്കാരെയൊക്കെ തന്നെ രംഗത്തിറക്കിയതുപോലെ അവരുടെ ജോലി കളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി ജാഥയ്ക്ക് ആളെ കൂട്ടിയതുപോലെയുള്ള പരിപാടികളാണ് ഇപ്പോഴും അവരുടെ മേഖലാ ജാഥകൾക്ക് നടക്കുന്നത്. 2 മാസത്തിനപ്പുറം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ ജാഥകളൊക്കെ തന്നെ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നടക്കുന്നത്. അപ്പോൾ LDF-ന്റെ ഈ ജാഥകളെ ജനങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്നു, ജനങ്ങൾക്ക് അവരിൽ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ LDF-ന്റെ ഈ ജാഥകളൊക്കെ തന്നെയും അതിനകത്തെ ഒഴിഞ്ഞ സദസ്സുകൾ എന്നത് നമുക്ക് കാണാതിരിക്കാൻ നിർവാഹമില്ല. ആ സമയത്താണ് മറുവശത്ത് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ജനകീയ മുന്നേറ്റ യാത്രയായിട്ട് മാറുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും 100 കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ പോലും ഈ UDF നേതാക്കളുടെ പ്രസംഗം കേൾക്കാൻ, അവരെന്താണ് പറയുന്നത് എന്നറിയാനായിട്ട് ആകാംക്ഷയുടെ കാത്തു നിൽക്കുന്ന, മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുമ്പളയിൽ ആ ഉദ്ഘാടന ദിനം തന്നെ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് തന്നെ നടന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. പിന്നീട് ഓരോ കേന്ദ്രങ്ങളിലും നിരവധി ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ
ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച, അത് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ജാഥയായിട്ട് ഈ പുതുയുഗയാത്ര പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പുതുയുഗം സൃഷ്ടിക്കുന്ന യാത്രയായിട്ട് വി.ഡി. സതീശൻ നയിക്കുന്ന യാത്ര മാറുകയാണ്. നമ്മൾ മുൻപ് കണ്ട് പരിചയിച്ചതുപോലെ അല്ലെങ്കിൽ LDF ഇപ്പോൾ നടത്തുന്ന മേഖലാ ജാഥകൾ പോലെ വെറും ഒരു രാഷ്ട്രീയ ജാഥയായിട്ട് ഇത് അവസാനിക്കില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഷ്ട്രീയം പറയുന്നതിന് ഉപരിയായിട്ട് കേരളത്തിൽ എന്താണ് UDF വന്നാൽ ചെയ്യാൻ പോകുന്നത്, UDFന്റെ മുന്നിലുള്ള ഒരു കേരള ബദൽ എന്താണ്, അവരുടെ മനസ്സിലെ മോഡൽ എന്താണ് എന്നതിനെ കുറിച്ച് ജനങ്ങളുമായിട്ട് സംവദിക്കുക എന്നതാണ് അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ അതിനിടയ്ക്ക് ഉണ്ടാകും. അതിന് സതീശൻ ഈ സമയം കണ്ടെത്തുന്നുണ്ട്. LDFന്റെ CPMന്റെ നേതാക്കളൊക്കെ തന്നെ പറയുന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ട് നിരത്തിയുള്ള മറുപടി വി.ഡി. സതീശൻ കൊടുക്കുന്നുണ്ട്. അതും അദ്ദേഹം മറന്നു പോകുന്നില്ല. അപ്പോൾ തന്നെ അദ്ദേഹം ഈ പൊതുജനങ്ങളുമായിട്ട് സംവദിക്കുന്നത് മറ്റ് പല കാര്യങ്ങളുമാണ്. എന്താണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തങ്ങൾ എതിർത്തു, പല പദ്ധതികളെയും തങ്ങൾ എതിർത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ സാമൂഹികമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. അപ്പോൾ ആ പദ്ധതികൾക്ക്, തങ്ങൾ എതിർത്ത പദ്ധതികൾക്ക് പകരം എന്താണ് തങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, തങ്ങളുടെ ബദൽ എന്താണ് എന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഈ യാത്ര പോകുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി സർക്കാർ തകർത്തെറിഞ്ഞ കേരളത്തെ നവീകരിക്കുക, പുതിയൊരു കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓരോ മേഖലകളെയും തിരിച്ചുകൊണ്ട്, ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് ആ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഒരു രൂപരേഖ, കേരളത്തിന് വേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വകുപ്പുകൾ വേണ്ടിയിട്ടും രൂപരേഖ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ചില സമിതികളെ തന്നെ, കമ്മീഷനുകളെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഈ കോൺഗ്രസിന്റെ തന്നെ നേതാവായിട്ടുള്ള ഡോക്ടർ SS ലാലിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും ഡോക്ടർ അച്യുത് ശങ്കറിന്റെ നേതൃത്വത്തിലും ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് അതാത് മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള, ലോകത്തിൽ തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സമിതികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി കോൺക്ലേവുകൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ആരോഗ്യ കോൺക്ലേവും, വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും അവിടുത്തെ സാധ്യതകൾ കണ്ടെത്താനുമായിട്ട് വ്യവസായ കോൺക്ലേവും ഒക്കെ തന്നെ ഇതിനോടകം UDF നടത്തിയിട്ടുണ്ട്. ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണിയാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ഭരണപക്ഷത്തെ എതിർക്കുക മാത്രമല്ല, അതിനൊരു വിഷൻ കൂടിയുണ്ട്, അതിനൊരു ബദൽ കൂടി തങ്ങൾക്കുണ്ട് എന്ന് കേരളീയ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ജനങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിരിക്കുന്നു. മാത്രവുമല്ല, ആ ജാഥയുടെ നായകൻ വി.ഡി. സതീശൻ, കേരളത്തിന്റെ ഭാവി നായകൻ, അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു വിഷനുള്ള നേതാവാണ്. കേരളം അടുത്ത ഒരു 25 വർഷം അല്ലെങ്കിൽ ഒരു 30 വർഷം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് ഒരു ഭാവി കേരളത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ് വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ കേരളത്തിലെ എതിരാളികൾക്ക് പോലും തർക്കമുള്ള ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേതാവ് പറയുന്നത് കേൾക്കാനായിട്ട് ആ നേതാവിന്റെ വാക്കുകൾക്ക് വലിയ രീതിയിൽ ചെവി കൊടുക്കുന്ന ഒരു പൊതുജനത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ 2 ദിവസം മാത്രം പിന്നിടുമ്പോൾ വലിയ രീതിയിൽ അഭൂതപൂർവമായ ഒരു വിജയമായിട്ട് ഈ പുതുയുഗ യാത്ര മാറിയിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ജനമുന്നേറ്റ യാത്രയായിട്ട് അത് മാറുന്നു. കേരളത്തെ രക്ഷിക്കാൻ UDF എന്നൊരു സന്ദേശമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ടാഗ് ലൈനാണ് UDF മുന്നോട്ട് വെക്കുന്നത്. UDFന്റെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും ഈ ജാഥയിൽ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ എന്താണ് കേരളത്തിൽ ഇനിയിപ്പോൾ അടുത്ത UDF സർക്കാർ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്നത്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് എങ്ങനെയൊക്കെയാണ് LDF സർക്കാർ ഈ കേരളത്തെ ഇല്ലാതാക്കിയത്, പിണറായി വിജയന്റെ ഭരണം LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് 2016 അധികാരത്തിലേറിയ LDF എങ്ങനെയൊക്കെയാണ് കേരളത്തെ നാശത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് കേരളീയ പൊതുസമൂഹത്തോട് ഈ നേതാക്കളെല്ലാം തന്നെ സംവദിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നു, അതിന് ജനങ്ങൾ പിന്തുണ നൽകുന്നു, വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ ജാഥ തിരുവനന്തപുരത്ത് മാർച്ച് 6-ന് സമാപിക്കുമ്പോൾ അത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ തരംഗമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.